ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 7ാം ക്ലാസ്സിലെ മക്കളുടെ കലാവിദ്യാഭ്യാസത്തിൻ്റെ 1.3 ആക്ടിവിറ്റിയാണ്. നിറങ്ങളുടെ ആകാശം എന്നാണ് ഈ പാഠത്തിൻ്റെ പേര്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 7ാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളുടെയും വീഡിയോസ് STD7 ഓൾ സബ്ജക്ട്സ് എന്നുള്ള പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. ഇനി കലാവിദ്യാഭ്യാസത്തിൻ്റെ ചാപ്റ്ററുകൾ മാത്രം മതിയെങ്കിൽ STD7 ആർട്ട് എഡ്യൂക്കേഷൻ എന്നുള്ള പ്ലേലിസ്റ്റ് ഉണ്ട്, അതെടുത്ത് നോക്കുക. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. നിങ്ങൾ സന്ധ്യാസമയത്തെ ആകാശം ശ്രദ്ധിച്ചിട്ടില്ലേ? സന്ധ്യാസമയത്തെ ആകാശത്തിൽ നിങ്ങൾ തിരിച്ചറിഞ്ഞ നിറങ്ങൾ ഏതൊക്കെയാണ്? ഒരുപാട് നിറങ്ങളുണ്ടല്ലേ. ചിലപ്പോൾ നമുക്കൊരു ഇളം നീല കാണാം, ചുവപ്പ് കാണാം, മഞ്ഞ കാണാം, ഓറഞ്ച് കാണാം, അങ്ങനെയൊക്കെ കാണാനായിട്ട് സാധിക്കും. ആ നിറങ്ങൾ ഉപയോഗിച്ച് ഒരു ചിത്രം വരയ്ക്കൂ. മക്കളുടെ ഒരു കാഴ്ചപ്പാടിലുള്ള എന്താ പറയുക, ഭാവനയിലുള്ള ചില ചിത്രങ്ങൾ ഉണ്ടാവുമല്ലോ, ആ കളർ കോമ്പിനേഷൻ വരുന്ന ചിത്രങ്ങൾ അത് വരച്ചു കൊടുക്കുക. വരച്ചാൽ മാത്രം പോരാ, ആ ചിത്രങ്ങൾ നിങ്ങളുടെ ക്ലാസ്സിൽ പ്രദർശിപ്പിക്കുകയും വേണം. എന്തുകൊണ്ടായിരിക്കും സന്ധ്യാസമയത്ത് ആകാശത്തിന്റെ നിറങ്ങളിൽ വ്യത്യാസം വന്നത്? ആകാശത്തിൽ പ്രകാശത്തിന് വിസരണം എന്നൊരു പ്രതിഭാസം സംഭവിക്കുന്നുണ്ട്. അതായത് സൂര്യപ്രകാശം ഭൂമിയിലെ അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുമ്പോൾ സംഭവിക്കുന്ന പ്രകാശത്തിന്റെ വിസരണമാണ്. അതായത് പ്രകാശത്തിന് സംഭവിക്കുന്ന ഒരു സ്കാറ്ററിംഗ് എന്ന് പറയും. സംഭവിക്കുന്ന ഒരു മാറ്റമാണ് വിസരണം. അതെന്താണ് വിസരണം എന്ന് ഞാൻ പറഞ്ഞു തരാം, നോക്കൂ. അന്തരീക്ഷത്തിലുള്ള ചെറിയ പൊടിപടലങ്ങളും വാതക തന്മാത്രകളും സൂര്യപ്രകാശത്തിലെ നീലയും വയലറ്റും പോലുള്ള ചെറിയ തരംഗ ദൈർഘ്യമുള്ള നിറങ്ങളെ എല്ലാ ദിശകളിലേക്കും ചിതറിക്കും. എന്നാൽ ആ സന്ധ്യാസമയത്ത് സൂര്യൻ ചക്രവാളത്തോട് വളരെ അടുത്തെത്തുമ്പോൾ പ്രകാശം ഭൂമിയിലേക്ക് കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടി വരും. ഈ സമയത്ത് നീല നിറം പൂർണ്ണമായും ചിതറിപ്പോവുകയും കൂടുതൽ തരംഗ ദൈർഘ്യമുള്ള ചുവപ്പ്, ഓറഞ്ച്, മഞ്ഞ എന്നീ നിറങ്ങൾ മാത്രം നമ്മുടെ കണ്ണുകളിലേക്ക് എത്തുകയും ചെയ്യും. ഇതാണ് വിസരണം എന്നുള്ള പ്രക്രിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി പകൽ സമയത്തെ കാഴ്ചകളും രാത്രിയിലെ കാഴ്ചകളും എങ്ങനെയാണ്? ആകാശത്ത് കാണുന്ന കാഴ്ചകളിൽ മാറ്റങ്ങളില്ലേ? യെസ്, തീർച്ചയായിട്ടും ഉണ്ടല്ലേ. പകൽ സമയത്ത് സൂര്യന്റെ ശക്തമായ പ്രകാശം കാരണം ആകാശം നീല നിറത്തിലും പ്രകൃതി പച്ചപ്പും മറ്റു തിളക്കമുള്ള നിറങ്ങളും നിറഞ്ഞതായിട്ട് കാണപ്പെടും. കാഴ്ചകൾ വളരെ വ്യക്തവും സൂക്ഷ്മവുമായിരിക്കും. രാത്രി സമയമായാൽ സൂര്യപ്രകാശം ഇല്ലാത്തതിനാൽ ആകാശം കറുപ്പ് അല്ലെങ്കിൽ ഇരുണ്ട നീല നിറത്തിലായിരിക്കും. ചന്ദ്രന്റെയും നക്ഷത്രങ്ങളുടെയും നേരിയ വെളിച്ചവും കൃത്രിമ വെളിച്ചങ്ങളും മാത്രമാണ് ഈ സമയത്തുണ്ടാവുക. ഈ കാഴ്ചകളെ ചിത്രീകരിക്കുവാനുള്ള നിറങ്ങൾ ഏതൊക്കെയാണ്? സന്ധ്യാസമയമാണെങ്കിൽ നമ്മൾ അതിനെ ചിത്രങ്ങളെ മഞ്ഞ, ഓറഞ്ച്, കടും ചുവപ്പ്, പിങ്ക്, പർപ്പിൾ തുടങ്ങിയ നിറങ്ങളൊക്കെയാണ് ഉപയോഗിക്കുക. പകൽ സമയമാണെങ്കിൽ ഇളം നീല, കടും പച്ച, മഞ്ഞ, വെള്ള, തവിട്ട് തുടങ്ങിയിട്ടുള്ള നിറങ്ങളെ കൊണ്ട് ഉപയോഗിക്കും. രാത്രി സമയമാണെങ്കിൽ കറുപ്പ്, കടും നീല, വെള്ളി അഥവാ സിൽവർ കളർ, തിളങ്ങുന്ന മഞ്ഞ തുടങ്ങിയിട്ടുള്ള നിറങ്ങളൊക്കെയാണ് നമ്മൾ ആ ചിത്രങ്ങളെ ചിത്രീകരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന നിറങ്ങൾ. ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ സൂര്യരശ്മികൾക്ക് കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടി വരുന്നതിനാൽ ഭൂരിഭാഗം നിറങ്ങളും ചിതറിപ്പോവുകയും തീക്ഷ്ണത കൂടിയ മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ് എന്നീ നിറങ്ങൾ മാത്രം കാണാനാവുകയും ചെയ്യുന്നു. നീല, പച്ച എന്നീ നിറങ്ങൾ തീക്ഷ്ണത കുറഞ്ഞവയാണ്. അപ്പൊ ഈ പ്രതിഭാസമാണ് നമ്മൾ എന്ത് പറഞ്ഞത് മക്കളെ? വിസരണം എന്ന് പറഞ്ഞത്. ഇനി എന്താണ് കളർ വാല്യൂ എന്ന് നോക്കാം. നിറങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വെളിച്ചത്തിന്റെ തോതിനെയാണ് കളർ വാല്യൂ എന്ന് പറയുന്നത്. ഓരോ നിറത്തിന്റെയും തോത് വ്യത്യസ്തമായിരിക്കും. ഒരു നിറത്തിന്റെ തോത് ഉയർന്നതാക്കുമ്പോൾ ആ നിറം കൂടുതൽ വെളിച്ചമുള്ളതായി അനുഭവപ്പെടും. എന്താണ് കളർ തോത്? 1600കളുടെ തുടക്കത്തിൽ ഫിനിഷ് ജ്യോതിശാസ്ത്രജ്ഞനായ ആരോൺ സിഗ്ഫ്രിഡ് ഫോഴ്സിയസ് ഇരുണ്ടത്, വെളിച്ചമുള്ളത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ നിറങ്ങളെ ക്രമീകരിച്ച് ഒരു ഡയഗ്രം സൃഷ്ടിച്ചു. പ്രശസ്ത ഗണിത ശാസ്ത്രജ്ഞനായ സർ ഐസക് ന്യൂട്ടനാണ് ആദ്യമായി ശാസ്ത്രീയമായ രീതിയിൽ കളർ വീൽ രൂപപ്പെടുത്തിയത്. വെളിച്ചത്തെക്കുറിച്ച് പഠിക്കുന്ന സന്ദർഭത്തിൽ പ്രിസത്തിലൂടെ കടന്നു പോകുന്ന പ്രകാശം നിറങ്ങളുടെ ഒരു സഞ്ചയത്തെ പ്രതിഫലിപ്പിക്കുന്നതായി അദ്ദേഹം മനസ്സിലാക്കി. ചുവപ്പ്, ഓറഞ്ച്, മഞ്ഞ, പച്ച, നീല, ഇൻഡിഗോ, വയലറ്റ് എന്നീ 7 നിറങ്ങൾ അദ്ദേഹം തിരിച്ചറിഞ്ഞു. 1704 തന്റെ പുസ്തകമായ ഒപ്റ്റിക്സിൽ അവയെ ഒരു ചക്രമാക്കി അവതരിപ്പിച്ചു. അത് കളർ വീൽ എന്നറിയപ്പെടുന്നു. അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത കളർ വീലിന്റെ ചിത്രം നമുക്ക് അവിടെ കാണാം. അതിലുള്ള നിറങ്ങളൊക്കെ നോക്കുക. അതുപോലെ ഗ്ലാസ് പ്രിസത്തിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ നോക്കൂ, അത് വയലറ്റ് മുതൽ റെഡ് വരെയുള്ള നിറങ്ങളായിട്ട് ഇങ്ങനെ സ്പ്ലിറ്റപ്പായി നിൽക്കുന്നതും കാണാം ചിത്രത്തിൽ. ഇനി എന്താണ് ഇംപ്രഷനിസം എന്ന് നോക്കാം. 19ാം നൂറ്റാണ്ടിൽ പാരീസ് ആസ്ഥാനമാക്കിയ കലാകാരന്മാരുടെ കൂട്ടായ്മയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ കലാപ്രസ്ഥാനമാണ് ഇംപ്രഷനിസം. ഈ പ്രസ്ഥാനത്തിന്റെ പേര് വന്നത് ക്ലോദ് മോനയുടെ ഇംപ്രഷൻ സൺറൈസ് എന്ന ചിത്രത്തിൽ നിന്നാണ്.
ഭൂപ്രകൃതിയും സമകാലിക ജീവിതവും നിരീക്ഷിച്ച് വരയ്ക്കുന്നതിൽ ഇംപ്രഷനിസ്റ്റുകൾ താൽപര്യം കാണിച്ചു. സൂര്യപ്രകാശം, വസ്തുക്കളിൽ വരുത്തുന്ന വെളിച്ചം, നിഴൽ വിന്യാസങ്ങൾ, നിറവിന്യാസങ്ങൾ തുടങ്ങിയവ തീക്ഷ്ണമായ ഛായത്തേപ്പുകളാൽ ആവിഷ്കരിക്കാൻ ഇംപ്രഷനിസ്റ്റുകൾക്ക് സാധിച്ചു. അവിടെ ഇംപ്രഷൻ സൺറൈസ് അതിൻ്റെ ഒരു പിക്ചറാണ് തന്നിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെയാണ് അടുത്തത് പോയിന്റലിസം. ഇംപ്രഷനിസത്തിന്റെ തുടർച്ചയായി 1886 ജോർജ് സുറയും പോൾ സിഗ്നാക്കും ചേർന്ന് വികസിപ്പിച്ചെടുത്ത രചനാശൈലിയാണ് പോയിന്റലിസം. ക്യാൻവാസിൽ നിറങ്ങളുടെ ചെറുതും വലുതുമായ ബ്രഷ് സ്ട്രോക്കുകളും കുത്തുകളും അടുത്തടുത്തായി തേച്ചു വെച്ചുകൊണ്ട് ചിത്രങ്ങൾ രൂപപ്പെടുത്തുന്നവയാണ് ഈ രീതിയുടെ പ്രത്യേകത. അവിടെ നമുക്ക് സ്പ്രിംഗ് ടൈമിൻ്റെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. പോയിന്റലിസത്തിന്റെ ഒരു ചിത്രമാണ്. നിങ്ങൾക്കുള്ളൊരു പ്രവർത്തനമാണ് ചിത്രീകരണം. നിങ്ങളുടെ പരിസരം നിരീക്ഷിച്ച് മരങ്ങളും ഭൂപ്രകൃതിയും അടങ്ങുന്ന ദൃശ്യം ചിത്രീകരിക്കൂ. അനുയോജ്യമായ നിറങ്ങൾ ഉപയോഗിച്ച് കുത്തുകളും ബ്രഷ് സ്ട്രോക്കുകളും ഉപയോഗിച്ച് ചിത്രം പൂർത്തിയാക്കൂ. പൂർത്തിയാക്കിയ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുക. മികവുകൾ ചർച്ച ചെയ്യുക. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ആക്ടിവിറ്റി കാർഡിൽ നോക്കാനായിട്ടുള്ളത്. പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ 7ാം ക്ലാസ്സിലെ മക്കളുടെ കൂടുതൽ ക്ലാസ്സുകൾക്ക് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത്. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ കമന്റ് ബോക്സിലൂടെ അറിയിക്കണേ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സിനെ വീണ്ടും കാണാം. താങ്ക്